കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കും. എല്ലാവരോട് ചേർന്ന് എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാട് സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കൂ. ചേർന്ന് പാടാം. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദത്തിങ്കൽ ഇന്ന് പകൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ മുഴുവനായി അവിടുന്ന് എടുക്കണമേ. ഞങ്ങളുടെ മുഴുവൻ ദേഹം, ദേഹിയാളത്വം, ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് യാഗമായി ഞങ്ങൾ ഇന്ന് പകൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവശങ്ങളെ വചനത്താൽ ഞങ്ങളെ കാണിക്കണമേ. കണ്ണാടിയിൽ എന്ന പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിൽ ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ കുഞ്ഞുകുട്ടിയാ ബാലവൃത്തം എല്ലാവരെയും അവിടെ നിന്ന് പകൽ സഹായിക്കണമേ. സ്നാന ശുശ്രൂഷയിലൂടെ അങ്ങോട്ട് ചേർന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അവരോട് ഇടപെടണമേ, അവരോട് സംസാരിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ശിഷ്യത്വത്തിൽ അവർ അവരെ വളർത്തുന്നതിനുതകുന്ന വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരണമേ സ്വർഗീയ പിതാവേ. പൗലോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങൾ ആർ പരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല.
അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുൻപാകെ അറപ്പത്രേ. അവസാന ഭാഗം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ദിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്തൊരു യൂത്ത് ക്യാമ്പിനായി കടന്നു പോയപ്പോൾ വളരെ ഇന്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നത്. ഈ ടൗണിൽ നിന്ന് 30 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വനത്തിലൂടെ യാത്ര ചെയ്തൊരു ആശ്രമത്തിൽ ആണ് ഈ യൂത്ത് മീറ്റിംഗ് നടന്നത്. ആശ്രമത്തിൽ ചെന്ന് അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴിലേക്ക്. അതിൽ 2-3 സെഷൻ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, 17 വർഷം ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ആ ആശ്രമത്തിന്റെ ചുമതല വഹിക്കുന്നയാൾ. 17 വർഷം ബഹ്റിനിൽ ജോലി ചെയ്ത് സാമ്പത്തികമായി നല്ല അനുഭവങ്ങൾ, ജോലി പോയിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഒരു പണിക്ക് ഇറങ്ങിയത്, സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയത്, ഇങ്ങനെ ഒരു കൈത്താങ്ങലിനായി ഇറങ്ങിയത്, നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ 15-ാമത്തെ വാക്യം 2-ാം ഭാഗത്തിലൂടെ ഒരു ദിവസം തന്നോട് ദൈവം സംസാരിച്ചു. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായിട്ടുള്ളത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. ആ ഒറ്റ വാക്യം അവിടുത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഈ ദിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിൽ ഒരു ഉൾഗ്രാമത്തിൽ ഒരു ആശ്രമത്തിന്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്ത് അവിടെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ് സിമ്പിളായ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ശിഷ്യത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ശിഷ്യനും സമ്പത്തും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് യേശു സമ്പത്തിനെ പറ്റി പറഞ്ഞതിൻ്റെ അത്രയും നമ്മൾ പറയാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 51 മുതലുള്ള വാക്യങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയും. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഹൃദയ ഭാഗമാണ്. 9:51 മുതൽ As the time approached for him to be taken up to heaven, Jesus resolutely set out for Jerusalem. യെരുശലേമിലേക്ക് യാത്ര തുടങ്ങുന്ന യേശു 9:51 19-ാം അധ്യായം 27-42 ഈ വചനങ്ങളിലാണ് യേശു യെരുശലേമിൽ ചെല്ലുന്നത്. ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ ശിഷ്യത്വത്തെ ഒരു യാത്രയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. യേശു യാത്ര ചെയ്യുക. എങ്ങോട്ടാ യേശു യാത്ര ചെയ്യുന്നത്? യെരുശലേമിലേക്ക് പോകുന്നു. എവിടെ നിന്ന് പോകുന്നു? ഗലീലയിൽ നിന്ന് പോകുന്നു. എന്താ ഈ യാത്രയുടെ പ്രത്യേകത? യാത്രയുടെ പ്രത്യേകത ഗലീലയിൽ ഭയങ്കര അത്ഭുതങ്ങളുണ്ട്. ഗലീലയിൽ രോഗസൗഖ്യമുണ്ട്. കാറ്റുകൾ അടങ്ങുന്നു, കടലുകൾ ശാന്തമാകുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു. ഇതെല്ലാം ഗലീലയിൽ നടക്കുക. പക്ഷെ യേശു എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ 9:51 വായിച്ചാൽ മനസ്സിലാകും. യേശു യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ എന്താ നടക്കാൻ പോകുന്നത്? യെരുശലേമിൽ രോഗസൗഖ്യമില്ല. യെരുശലേമിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്ന യേശുവിനെ രക്ഷിക്കുവാൻ ദൂതന്മാർ ഇറങ്ങുവാൻ പോകുന്നില്ല. അനേകർക്ക് നന്മകൾ ചെയ്ത യേശുവിനെ പരസ്യമായി ക്രൂശിക്കുന്ന ആ യെരുശലേമിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ശിഷ്യത്വം എന്നാണ് ലൂക്കോസ് വരച്ച് കാണിക്കുന്നത്. ഈ 9 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും ഹൃദയഭാഗമായി കിടക്കുന്നത് 14-ാമത്തെ അധ്യായമാണ്. ഇത് നോക്കാമോ? 14-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഇംഗ്ലീഷ് ബൈബിൾ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ബീയിങ് എ ഡിസൈപ്പിൾ. ശിഷ്യനാകുവാനുള്ള വില എന്താണ്?
യേശുവിന്റെ പുറകെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് അനുഗമിക്കുമ്പോൾ ഈ യാത്ര ഒരു ഫൺ യാത്രയാകത്തില്ല. ഈ യാത്ര ഒരു എന്റർടൈനിങ് യാത്രയാകത്തില്ല. 25-ാം വാക്യത്തിൽ യേശു പറയുന്നു, large crowds were traveling with Jesus and turning to them. ഇത്രേ പുരുഷാരം പോവാ, യെരൂശലേമിൽ പോവാന്ന് പറഞ്ഞ് യേശുവിനോട് പോയപ്പോ തിരിഞ്ഞു എന്ന് പറയാ. അതൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ if anyone comes to me and does not hate father mother, എന്റെ പുറകെ വന്നിട്ട് നിന്റെ അപ്പനെയും അമ്മയെയും പകയ്ക്കാത്തവർ, അതിന്റെ ഏറ്റവും മൂർധന്യമായ പരമോന്നതമായ ആശയം കിടക്കുന്നത് 33-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 14 verse 33 of Luke's Gospel. വായിക്കാമോ 33-ാം വാക്യം? അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ യാത്രയിലെ മനുഷ്യർക്ക് കേൾപ്പാൻ ഇഷ്ടമില്ലാത്തൊരു വാക്യമാണത്. ഈ എന്റെ യാത്രയിൽ നിങ്ങൾ കൂടെ നടക്കുന്നുണ്ട്, പക്ഷേ if you do not give up everything you have, you cannot be my disciple. വളരെ അഫർമേറ്റീവ് വേർഡാണ്. കഴിയുകയില്ല, ശ്രമിക്കുക പോലും വേണ്ട, കഴിയുകയില്ല. ഈ യാത്രയിൽ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾക്ക് വിടേണ്ടി വരും. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുമിത്രാദികളെ നിങ്ങൾക്ക് വിടേണ്ടി വരും. അല്ല പോരാ, സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതെ, if you cannot give up everything for my sake, you cannot be my disciple. ഇതാണ് ലൂക്കോസിന്റെ ആശയം, ശിഷ്യത്വം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാ, ശിഷ്യത്വം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു, കാരണം ആ സാക്ഷ്യത്തിലൂടെ ദൈവം ഈ വചനത്തെ ഉറപ്പിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇന്നത്തെ സ്നാനാർത്ഥികളായി സ്നാനപ്പെട്ട് ചേർന്നവരോടും ദൈവത്തിന്റെ ആലോചനയാണിത്. സ്നാനപ്പെട്ട് തുടങ്ങുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ശിഷ്യനാകാതെ വണ്ണം നിങ്ങൾ പോരാടേണ്ടി വരുന്നത് ഇതിനോടുള്ള ബന്ധത്തിലായിരിക്കും. സമ്പത്ത്, ഹൗ ടു ഹാൻഡിൽ മണി. ഇതിൽ ക്രിസ്ത്യൻത്തിൽ നിങ്ങൾ നോക്കിയാൽ, ക്രിസ്ത്യാനിത്വത്തിൽ നിങ്ങൾ നോക്കിയാൽ പല എക്സ്ട്രീമുകൾ കാണാം. സമ്പത്തിന് ദൈവം വിരോധമാ, സമ്പത്ത് കൈകൊണ്ട് തുടരുത് എന്ന് പറഞ്ഞ് അസെറ്റിസം പോലുള്ള, എന്ന് പറഞ്ഞാൽ തുടരുത്, സമ്പത്ത് തുടരുത്. എവിടെങ്കിലും മനുഷ്യരിൽ പാർപ്പില്ലാത്തടത്ത് പോയി വല്ല കാട്ടുചെടിയോ ഒക്കെ വെച്ച് കഴിച്ചാൽ അതാണ് ആത്മീയം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിന്റെ അടുത്ത എക്സ്ട്രീം ഉണ്ട്. ദൈവത്തെ അനുഗമിച്ചാൽ സ്വർഗസ്ഥലങ്ങളിലാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, കഴിഞ്ഞ ദിവസം ഒരാള് പ്രസംഗത്തിൽ പറയുന്നു കേട്ടാ. അപ്പൊ എവിടെയാണ് വിശ്വാസികൾ ഇരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ. സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന വിശ്വാസികൾ സംസാരിക്കേണ്ടത് അധികാരത്തോടാണ്. അപ്പൊ എന്തോ സംസാരിക്കണം? മകന്റെയോ മകളുടെയോ തലയിൽ കൈവച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ സംസാരിക്കണം, എന്റെ മകൻ കളക്ടറാകാൻ പോകുന്നു, എന്റെ മകൾ ജഡ്ജിയാകാൻ പോകുന്നു. കാരണം സ്വർഗസ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ളവർ ഉപദേശത്തിൽ പറയും, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ ദൈവം നിങ്ങൾ കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം കഷ്ടപ്പെട്ടത് നിങ്ങളെ സമ്പന്നതയോടെ നടത്തുവാനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മകനെ പോലെ നടക്കണം, ദൈവത്തിന്റെ മകളെ പോലെ നടക്കണം, അങ്ങനെ ഒരുങ്ങണം, അതിനുവേണ്ടി ഉപവസിക്കണം, കെട്ടിക്കിടക്കുന്ന ആത്മീയവും ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത എക്സ്ട്രീമാണ്. അങ്ങനെയുള്ളവർ തെരഞ്ഞു പിടിക്കും വാക്യങ്ങൾ, സമ്പത്തിനെ ന്യായീകരിക്കുവാൻ പുതിയ നിയമത്തിലുള്ള വാക്യങ്ങൾ. കുറച്ചുപേർ പറയുന്നു സമ്പത്ത് വേണ്ട, തൊടുക പോലും ചെയ്യരുത്. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു സമ്പത്താണ് അളവുകോൽ, ദൈവം എത്രയും നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അളവുകോൽ അതാണ്. അപ്പോഴാണ് ഇന്ന് നമ്മൾ വായിച്ച വാക്യങ്ങളുടെ പ്രസക്തി. ഈ ലൂക്കോസിന്റെ സുവിശേഷം 16 പഠിക്കുന്നവർ പറയുന്നത് പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും പ്രയാസമുള്ള ഒരു ഉപമയാണ് ഈ 16ന്റെ 1 മുതൽ 8 വരെ യേശു പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിലെ ഉപമകളൊക്കെ മനസ്സിലാക്കാൻ സൺഡേ സ്കൂൾ പ്രായം മതി ഉപമ മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാക്കാം, തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ കിടക്കുന്നതാ. എങ്ങനെയുള്ള ഒരാളാണ് ദൈവമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉപമ എല്ലാവർക്കും മനസ്സിലാവും.
എന്നാൽ ഈ ഉപമ ഇതിനോട് ചേർന്നുള്ള ഈ വചനങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണ് തുറന്നാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് ദൈവം നമുക്ക് ഇന്ന് മനസ്സിലാക്കി തന്നാൽ ശിഷ്യത്വത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ ഈ വചനത്താൽ കയറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇത് കുറച്ചു പേർക്ക് മനസ്സിലായി കിട്ടി, കുറച്ചു പേർക്ക് മനസ്സിലായി കിട്ടിയില്ലേ, പിന്നെ കിട്ടിക്കോളും, അങ്ങനെ ലാഘവത്തോടെ എടുക്കേണ്ട ഒന്നുമല്ല. ആ 13-ാമത്തെ വാക്യം, 16-ന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് no one can serve. ചിലരെങ്കിലും ചിന്തിക്കും, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യു ഷുഡ് നോട്ട് സെർവ് 2 masters എന്ന് പറഞ്ഞായിരുന്നേ കൊള്ളായിരുന്നു. യു ഷുഡ് നോട്ട് സെർവ്, അങ്ങനല്ല. യു കാനോട്ട് സെർവ്. 2 യജമാനന്മാരെ സേവിക്കാൻ ഒക്കത്തില്ല. അത് ഏതാ ഈ 2 യജമാനന്മാര്? ഒന്നിൽ ദൈവം, അല്ലെങ്കിൽ മാമോൻ, പണം. മാമോൻ എന്നുള്ളത് ഒരു അരമൈക് പദമാണ്. യേശു സംസാരിച്ചത് അരമൈക് ഭാഷയാണ്. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ്. എന്നാൽ ഈ ഗ്രീക്ക് ഭാഷയുടെ ഇടയ്ക്ക് ചിലതൊക്കെ യേശു സംസാരിച്ച ഭാഷ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിലൊരു പദമാണ് മാമോൻ, അരമൈക് പദം. അതിന്റെ അർത്ഥം മണി എന്ന് മാത്രമല്ല, വെൽത്ത് ആൻഡ് പൊസഷൻ എല്ലാം കൂടെ കൂട്ടിവെക്കുന്നതാണ് ഈ മാമോൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും കൂടെ ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല യേശു പറയുക. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന പലരും ദൈവത്തെ സേവിക്കുന്നത് ഈ മാമോനിൽ കുറെ കൂടെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം പറയുന്നു ഇത് കഴിയത്തില്ല, ഇതൊക്കത്തില്ല, ഇത് രണ്ട് ധ്രുവമാണ്. യു കനോട്ട് സെർവ്. 14:33 കണ്ടതുപോലെ യു കനോട്ട് ബി മൈ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് കഴിയുകയില്ല. ഇനി ആ 15-ാമത്തെ വാക്യത്തിലെ ആ 2-ാം ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ആ പദത്തിന്റെ ആ അർത്ഥം നിങ്ങളൊന്ന് നോക്കണം. 15-ന്റെ 2-ാം ഭാഗം, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാകുന്നു. ഡിറ്റസ്റ്റബിൾ എന്ന പദത്തിന് ഈ പദം എവിടുന്ന് വന്നതെന്നറിയാമോ? ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 25-26 വിഗ്രഹ ആരാധനയെ ദൈവം വെറുക്കുന്നു. ഇറ്റ് ഈസ് ഡിറ്റസ്റ്റബിൾ ഇൻ ഗോഡ്സ് ഐസ്. അറപ്പാണ്. സ്വർണം കൊണ്ടോ പൊന്നുകൊണ്ടോ രൂപങ്ങൾ ഉണ്ടാക്കി വണങ്ങുന്നത് ദൈവത്തിന് അറപ്പാണെങ്കിൽ, അതുപോലെ ദൈവത്തിന് അറപ്പാണ് ഈ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായി വെച്ചിരിക്കുന്നത്. എന്താ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായി വെച്ചിരിക്കുന്നത്? ഈ പണത്തെ സേവിക്കുന്നവരാണ് മനുഷ്യരുടെ മുമ്പിൽ ഉന്നതരായി വെച്ചിരിക്കുന്നത്. ഈ ഉപമയിലേക്ക് നമ്മൾക്ക് ഇറങ്ങാം. നമ്മൾ വായിച്ച 9 മുതലാണ്, പക്ഷേ ഉപമ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഈ ഉപമയിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന്, ധനികനായിട്ടുള്ളൊരു മനുഷ്യൻ, certain rich man. 2, ഈ ധനികനായ മനുഷ്യന് ഒരു സ്റ്റുവേർഡ് ഉണ്ട്, എസ്റ്റേറ്റ് മാനേജർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ വളരെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ധനികരായിട്ടുള്ളവർ അവരുടെ എസ്റ്റേറ്റുകളൊക്കെ നോക്കാൻ വേണ്ടി സ്റ്റുവേർഡ്സ്, സ്ലേവ്സ്, മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഉപമയിൽ യേശു പറയുന്നത്, പല എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ ഒരാൾ പറഞ്ഞ എക്സ്ക്യൂസ്, ഒരു നിലം വാങ്ങിച്ചിട്ടുണ്ട്, ആ നിലം ഞാൻ പോയി കാണട്ടെ. നമ്മൾ വാസ്തവത്തിൽ ചിന്തിച്ചവർക്ക് ഇതെന്തോ എക്സ്ക്യൂസാ. ആരെങ്കിലും നിലം വാങ്ങിച്ചിട്ടാണോ കാണാൻ പോകുന്നത്? കണ്ടിട്ടല്ലേ നിലം വാങ്ങിക്കുന്നത്? അതിന്റെ അർത്ഥം മാനേജർ പോയി വാങ്ങിച്ചു. ഇത് ധനികനായ മനുഷ്യനാണ്. മാനേജർ പോയി അസറ്റ് വാങ്ങിച്ചു, ആ വാങ്ങിച്ച സ്ഥലം കാണാൻ വേണ്ടി പോകുന്നു. അതുപോലെ ഈ അധ്യായത്തിൽ ഒരു വലിയ റിച്ച് മാൻ ഉണ്ട്. 16-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 16-ന്റെ 1-ാമത്തെ വാക്യം. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. 2 ആൾക്കാർ, കഥാപാത്രങ്ങളുണ്ട് ഈ ഉപമയിൽ. ധനവാനായ ഒരു മനുഷ്യൻ, അവനൊരു കാര്യവിചാരകൻ, എ സ്റ്റുവേർഡ്, an estate manager.
ഈ എസ്റ്റേറ്റ് മാനേജറിൽ നിന്നും സ്റ്റുവേർഡിൽ നിന്നും ഒരു കാര്യമേ പ്രതീക്ഷിക്കുന്നുള്ളൂ റിച്ച് മാൻ. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എന്താന്ന് ചോദിച്ചാൽ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തമായിരിക്കണം ആള്. ഇനി 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഗ്രഹവിചാരകന്മാരാ. എന്തിന്റെ? ദൈവത്തിന്റെ സമ്പന്നമായ സുവിശേഷത്തിന്റെ ഗ്രഹവിചാരകന്മാരാ ഞങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും വിശ്വസ്തതയാണ്. എല്ലാ പണമുള്ളവരും വിശ്വസ്തത പ്രതീക്ഷിക്കുന്ന പോലെ ഈ ഉപമയിലും ഒരു ധനികനായ മനുഷ്യൻ ഗ്രഹവിചാരകന്മാരുണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്രഹവിചാരകന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ പണക്കാരൻ, ഇത് എത്രയും വലിയ പണക്കാരനാണെന്ന് താഴോട്ടുള്ള വാക്യത്തിൽ ഞാൻ കാണിക്കാം. നമ്മൾ അമ്പരക്കും, അതുപോലെ വലിയ പണക്കാരനാ. സാധാരണ അത്രയും വലിയ പണം ഉണ്ടാക്കണമെങ്കിൽ ഈ പണക്കാരനും നല്ല ബുദ്ധിമാനായിരിക്കണം. പക്ഷെ ഈ പണക്കാരനായ ബുദ്ധിമാൻ ഒരബദ്ധം പറ്റി. ഈ ഇങ്ങനൊരു കാര്യവിചാരകനെ, ഗ്രഹവിചാരകനെ ആക്കി വെച്ചു എന്നുള്ളൊരു അബദ്ധം. നോക്കിക്കേ, അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 1-ാമത്തെ വാക്യം തന്നെ വായിക്കാമോ? 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ ചേർത്ത് വായിക്കാമോ? പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന്. ഈ ഗ്രഹവിചാരകൻ ധനവാനായ മനുഷ്യന്റെ വസ്തു എന്തോ ആക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്, നാനാവിധമാക്കിക്കൊണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, whose manager was accused of wasting his possession. അവൻ അധ്വാനിച്ചതല്ലിത്, അവനെ ഇത് ഏൽപ്പിച്ചതാ. പക്ഷെ അവനത് വേസ്റ്റ് ചെയ്തു. ആരെ പോലെ? ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ ഒരാളുണ്ടല്ലോ, യങ്ങർ സൺ. ഒരു സ്നേഹമുള്ള പിതാവ് ഉണ്ടായിരുന്നു. ആ പിതാവിന്റെ പക്കൽ നിന്ന് എല്ലാം വാങ്ങിച്ച് ദൂരെ പോയി വേസ്റ്റ് ചെയ്തൊരു മകനില്ലേ? മകൻ ഓർക്കണമായിരുന്നു ഈ അപ്പന്റെ സമ്പത്തിനെ കുറിച്ച്. അതൊന്നും ഓർക്കാതെ ചെലവഴിച്ച മകനെ പോലെ ഇവിടെ ഇതാ ഒരു കാര്യവിചാരകൻ. He wasted all the possessions. ഇതിനെ കുറിച്ച് അറിഞ്ഞു. ആരറിഞ്ഞു? ഈ ധനവാൻ അറിഞ്ഞു. ഇവനെല്ലാം കളയുക. 2-ാം വാക്യത്തിൽ, so he called him and asked him. ഒട്ടും താമസിപ്പിച്ചില്ല. പണക്കാരൻ വിളിച്ചു, വാ വാ വാ, നീ വാ, നിന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു. എന്ത് കാര്യങ്ങൾ കേൾക്കുന്നു? What is this I hear about you? Give an account of your management because you cannot be manager any longer. ഇനി നിനക്ക് കാര്യവിചാരകന്റെ ഈ ജോലി തുടരാൻ കഴിയത്തില്ല. ഇതുവരെ ചെയ്തതിന്റെ എല്ലാം അക്കൗണ്ടിങ് തരണം. ഇവൻ പേടിച്ചുപോയി. ഇത്രയും നാൾ ഇവൻ വേസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഇഷ്ടമുള്ളതുപോലെ വേറൊരാളുടെ സമ്പത്ത് ഇവൻ ചെലവഴിച്ചു. ഇവന് രാവിലെ തോന്നുന്നത് പോലെ ഇവൻ ആ ധനവാനായ മനുഷ്യന്റെ എസ്റ്റേറ്റുകൾ ചെലവഴിച്ചു. അവസാനം പിടി വീണപ്പോൾ ഇവൻ പേടിച്ചു. ധനവാൻ വിളിച്ച് പറയുക, ഇനി നിനക്ക് തുടരാനൊക്കത്തില്ല. പക്ഷേ ധനവാനെ വിറ്റ കാശുണ്ടായിരുന്നു കാര്യവിചാരകന്റെ. ഇത് യേശു പറയുന്ന പാരബിളാണ്. യേശു പറയുക, ദൈവത്തെ മാമോനെയും സേവിക്കാൻ കഴിയത്തില്ലെന്നുള്ളതിന്റെ ഇൻട്രഡക്ഷനായത്. ഈ കാര്യവിചാരകൻ 3-ാമത്തെ വാക്യത്തിൽ എന്താ ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 16 വേഴ്സ് 3. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? അത് വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന ഒരു ആശയമാണ്. മനുഷ്യർ തന്നെത്താൻ സംസാരിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഉണ്ട് ഒരു ഭയങ്കര ധനവാനായ മനുഷ്യൻ. അവന്റെ വസ്തു അങ്ങോട്ട് വിളകളെല്ലാം വർദ്ധിച്ചപ്പോൾ അവൻ എന്തോ ചെയ്യുന്നറിയാം? തന്നെത്താൻ ചോദിച്ചു, ഞാൻ ഇനി എന്തോ ചെയ്യണം? കാരണം എന്റെ ഹൗസ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. തന്നെത്താൻ സംസാരിക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ട് ഈ കാലത്തും. ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടു? സമ്പത്ത് കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടു? അവിടെ ഞാൻ ഇട്ടു, ഇവിടെ ഞാൻ ഇട്ടു, ഫെഡറലിലിട്ടു, SBIയിലിട്ടു, വിജയയിലിട്ടു, അവിടെ ഇട്ടു. ഇനി ഞാൻ എന്തോ ചെയ്യണ്ടേ? വേറെ എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കുവോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇനി ഞാൻ എന്തോ ചെയ്യണം? പിടി വീണു. അങ്ങനെ ഒരാളാണ് 3-ാമത്തെ വാക്യത്തിൽ. എന്നാറേ കാര്യവിചാരകൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. അടുത്ത ശ്രദ്ധിക്കണേ, ഇവൻ എത്രയും സ്മാർട്ട് ആണെന്നുള്ളത് 3-ാമത്തെ വാക്യത്തിലുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുന്ന നല്ല രസമാണ്. ഇംഗ്ലീഷിലെ ആ ഭാഷ ഞാൻ വായിക്കാം. മൈ മാസ്റ്റർ ഈസ് ടേക്കിംഗ് അവേ മൈ ജോബ്. ഐ ആം നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡിഗ്. ഐ ആം അഷെയിംഡ് ടു ബെഗ്. ഐ ആം നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡിഗ്. ഐ ആം അഷെയിംഡ് ടു ബെഗ്. എനിക്ക് കുഴിക്കാൻ അറിയത്തില്ല, എനിക്ക്
എന്താ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? കിളപ്പാൻ. എനിക്ക് കിളപ്പാനും പ്രാപ്തിയില്ല, ഇരപ്പാൻ നാണിക്കുന്നു. കിളപ്പാൻ പ്രാപ്തിയില്ല, ഇരപ്പാൻ നാണിക്കുന്നു. നല്ല കാര്യവിചാരകനായത്. ധനവാൻ അബദ്ധം പറ്റി ഇങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്തതിൽ. ഇവന് മേലണങ്ങി പണി ചെയ്തില്ല, കിളപ്പാൻ പ്രാപ്തിയില്ല. ഇത്രയും നാളും വൈറ്റ് കോളറാ ചെയ്തത്. അവന് ഇഷ്ടത്തിന് ഫണ്ട് ചെലവഴിച്ചു. കിളപ്പാൻ പ്രാപ്തിയില്ല. 1 മണിക്കൂർ കിളയ്ക്കുമ്പോഴേ വിയർക്കും, പ്രാപ്തിയില്ല. ഇരപ്പാൻ നാണമുണ്ട്. അപ്പം ഭയങ്കര ഈഗോ ഉള്ള ആളാണിത്. പക്ഷെ ഭയങ്കര ബുദ്ധിമാനാ. അവനെ കുറിച്ച് പറയുന്ന ഹീസ് ഷ്രൂഡ് എന്നാ പറയുന്നത് താഴോട്ടുള്ള വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഹീസ് വെരി വൈസ്. ഇവൻ എന്തോ ചെയ്തെന്ന് അറിയാമോ? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം. അവരെന്നെ വീട്ടിൽ വിളിക്കേണ്ടതിന് ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് എനിക്കറിയാം. തന്നെത്താൻ പറയുക, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. എനിക്ക് ഈ ജോലി പോയാലും എനിക്ക് നിൽക്കാൻ അറിയാം. അവരെന്നെ വീട്ടിൽ വിളിക്കേണ്ടതിന് ആരാര് ഇവൻ അറിയാം. ഈ ധനവാനായ യജമാനൻ, ഇവന്റെ യജമാനന് പൈസ കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് മണി. ഇവൻ തന്നെത്താൻ പറയാ, എനിക്കറിയാം ഇവരുടെ വീട്ടിൽ ഞാൻ കയറും, അവരെനിക്ക് അഭയം തരും, എനിക്കറിയാം എന്തോ ചെയ്യണം. ഒരു ലോക മനുഷ്യന്റെ പ്രതീകമാണ് ഈ കാര്യവിചാരകൻ. നമ്മൾ ലോകത്തിൽ കാണുന്ന സാധാരണ ഒരു മനുഷ്യന്റെ പ്രതീകമാണിവൻ. വിശ്വസ്തതയില്ല, ഇവൻ തന്നെ ഇവന് വേണ്ടി ജീവിക്കുന്നു. ഇവൻ കിളപ്പാൻ പ്രാപ്തിയില്ല എന്ന് പറയുന്നു, ഇരപ്പാൻ നാണമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇവൻ എങ്ങനെ ഇട്ടാലും 4 കാലം നിൽക്കും. ഇവൻ പറയാ, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. അവൻ എന്ത് ചെയ്തെന്നറിയാം? 5-ാമത്തെ വാക്യം നോക്കിക്കേ. പിന്നെ അവൻ യജമാനന്റെ കടക്കാലിൽ ഓരോരുത്തനെ വരുത്തി 1-ാമത്തവനോട്, നീ യജമാനന് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഭയങ്കര വിലയുള്ളതാണ്. 100 കുടം എണ്ണ. എന്നിട്ട് എന്താ അവന് പറയുന്നത്? അവൻ വിളിച്ച് അവരോട് പറയുന്നത്, അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക. 100 50% ഓഫ്. ആരറിയാതാ? യജമാനൻ ഇതൊന്നും അറിയുന്നില്ല. യജമാനന്റെ പൈസയാണിത്. ഈ 100 കുടം ഒലിവെണ്ണ ഉണ്ടാകണമെങ്കിൽ വർഷങ്ങൾ വേണം. ദിസ് ഈസ് അസറ്റ്. ഇവൻ വലിയ ട്രിക്ക് കാണിക്കുക, ഇവന്റെ മനസ്സിലൂടെ കാണിക്കുക. 50% ഓഫ്. നീ എഴുത്, നിന്റെ ചീട്ട് മാറ്റി എഴുതിക്കൂ. അപ്പൊ ഈ ചീട്ട് മാറ്റി 50 എഴുതുമ്പോ ഇവൻ എന്തോ പറയും? ഈ കടക്കാരൻ എന്തോ പറയും ഈ കാര്യവിചാരകനോട്? കാര്യവിചാരക, എന്തേലും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ. കാരണം എന്തെങ്കിലും ആവശ്യം നിനക്ക്. ഇവനും വലിയ പണക്കാരനാണ്. ഈ കടം ചെയ്യുന്നവനും അല്ല ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനൊക്കത്തില്ല. അപ്പൊ നമ്മളൊക്കെ കടം വരുത്തി വെച്ചാലും വല്ല 5 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ വരുത്തത്തുള്ളൂ. 500 കോടിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്നവർക്ക് ആരും കടം തരുമെന്ന്. അപ്പൊ ഈ കടക്കാരനായി ഇവിടെ വരുന്നവർ തന്നെ വലിയ സമ്പത്തുള്ളവരാ. അവൻ ചോദിച്ചു കാണും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ഇളച്ചു തന്നില്ലേ? അടുത്തൊരാളെ ഇവൻ വിളിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ 100 കുടം എണ്ണ എന്ന് പറഞ്ഞു. അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക. അതിന്റെ ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടപ്പെട്ടിരിക്കുന്നെന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു. ഒരാൾ എണ്ണ, ഒരാൾ ഗോതമ്പ്. ഈ ഗോതമ്പ് ആളിനോട് പറയാണ് 20 കുറച്ച് 20%, നിനക്ക് 20% ഓഫ്, അവിടെ 50% ഓഫ്. ഇതെല്ലാം ഭയങ്കര വാല്യുബിൾ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഗോതമ്പുകാരനും പറഞ്ഞു കാണും, ഭാവിയിൽ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഇത്രയും ഇളച്ചു തന്നതല്ലേ. ഇവൻ സ്മാർട്ടാണ്. ഇവന്റെ കാര്യം നോക്കാൻ ഇവൻ മിടുക്കനാണ്. ഇനി നമ്മൾ ആ പാരബിളിന്റെ ആശയത്തിന്റെ നമുക്ക് ഇന്ന് ആവശ്യമുള്ള ഭാഗത്തേക്ക് വരിക. നോക്കിയേ, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ കാര്യം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. 8-ാമത്തെ വാക്യം നോക്കുക, വേഴ്സ് 8. ഈ അനീതിയുള്ള കാര്യവിചാരകൻ, ശ്രദ്ധിക്കണേ, ഇവൻ അനീതിയുള്ളവനാ. കാരണം എന്താണെന്നറിയാമോ?
ഒന്നാമത്തെ വാക്യത്തിലെ നമ്മൾ വായിച്ചു, ഇവനെല്ലാം വേസ്റ്റ് ചെയ്തവനാ. ഇവൻ വേസ്റ്റ് ചെയ്തിട്ട് ഇവന്റെ ഫ്യൂച്ചർ ഉറപ്പിക്കാൻ വേണ്ടി യജമാനന്റെ സമ്പത്തിനെ വെട്ടിക്കുറച്ചു കൊടുത്ത ഈ അനീതിയുള്ള മനുഷ്യനായി. പക്ഷെ 8-ാം വാക്യത്തിൽ നിങ്ങൾ അതിശയിക്കും, അനീതിയുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. ആഹാ എന്ന് പറഞ്ഞ ഈ യജമാനനുണ്ടല്ലോ, യജമാനൻ ശരിയാ നഷ്ടമായി. യജമാനന്റെ സമ്പത്ത് ഇവൻ കളഞ്ഞു, യജമാനന് കിട്ടാനുള്ള കടം ഇവൻ കുറച്ചു കൊടുത്തു. യജമാനന്റെ പകരക്കാരനായി നിന്ന് പറഞ്ഞു 50 തന്നാ മതി, 80 തന്നാ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് യജമാനൻ കേട്ടപ്പോ പറയാ, കൊള്ളാവടാ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നഷ്ടം വന്നു, പക്ഷെ നിന്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, നീ എത്ര വേഗമാണ് നീ കാര്യം ചെയ്തത്. നിന്റെ കാലുറപ്പിക്കാൻ വേണ്ടി നീ ഞാനറിയാതെ എന്റെ കടക്കാരെ വിളിച്ച് കാണിച്ച ബുദ്ധി, അത് സമ്മതിച്ചിരിക്കുന്നു. 8-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. എന്നിട്ട് ഇനിയും കേൾക്കണം, ഇനിയും പറയുന്നത് യേശുവാ. യേശു പറയുന്നത് കേൾക്കണം. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. വെളിച്ച മക്കൾ ആരാ ആരാ ആരാ? ഇന്നിവിടെ വെള്ള ഉടുപ്പ് ആയിട്ട് വന്നിരിക്കുന്നവരും ഇന്ന് ആദ്യം മുതൽ ഇവിടത്തെ പാട്ടുകൾ പാടി സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്തൃമേശയിൽ പങ്കെടുത്ത നമ്മളെ നോക്കി ബൈബിൾ വിളിക്കുന്ന ഒരു പദമാ വെളിച്ചത്തിന്റെ മക്കൾ. ആർക്കും സന്തോഷമില്ലേ? വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കിട്ടിയവർ. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അവർ ഇരുട്ടിന്റെ മക്കളാ ലോകത്തിലുള്ളവർ. പക്ഷെ ഇന്നിവിടെ വന്നിരിക്കുന്നവരെ ബൈബിൾ വിളിക്കുക വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉള്ളിൽ കിട്ടിയവർ, യേശുവിനെ ഉള്ളിൽ കിട്ടിയവർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ വെളിച്ചത്തിന്റെ മക്കൾക്ക്. എന്താണെന്നറിയാ പ്രശ്നം? വായിക്കൂ ആ 8-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിൽ സ്മാർട്ട് ഈ വെളിയിലുള്ളവരാണ്. വെളിച്ചത്തിന്റെ മക്കളെ കാട്ടി ബുദ്ധിയുണ്ട് ഈ ലോകത്തിന്റെ ആൾക്കാർക്ക്. 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഞാനത് ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാം. ഫോർ ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. ആരാ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്? യോഹന്നാന്റെ സുവിശേഷം 15:19 എഴുതിയിട്ടുണ്ട്, നമ്മളെ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ കുറച്ചു പേരുണ്ട് വെളിയിൽ, ലോകത്തിന്റെ മക്കൾ, പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. For the people of this world are more shrewd in dealing with their own kind than the people of the light. യേശു പറയാ, എന്റെ പുറകെ വരുന്ന വെളിച്ചത്തിന്റെ മക്കൾ, ഈ പത്രോസും യാക്കോബും യോഹന്നാനും എന്റെ കൂടെ നിൽക്കുന്ന ഈ ശിഷ്യന്മാർ, നിങ്ങളുടെ ബുദ്ധി പോരാ, നിങ്ങൾ ഇവനിൽ നിന്ന് പഠിക്കണം. ആരിൽ നിന്ന്? ഈ അനീതി കാണിച്ചവനിൽ നിന്നോ? അതെ, അവന്റെ അനീതി പഠിക്കരുത്, അവന്റെ വിസ്ഡം പഠിക്കണം. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അനീതിയാ ഇവൻ കാണിച്ചത്. ഏത് കാണിച്ചു? ഇവൻ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഹി വേസ്റ്റഡ്. അത് ചെയ്യരുത്. 2-ാമത് യജമാനൻ അറിയാതെ ഇവൻ ഇളച്ചു കൊടുത്തു. അതൊന്നും പഠിക്കണ്ട. ലേൺ വൺ തിങ്. ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, ശിഷ്യത്വത്തിലേക്കാണോ നമ്മൾ വരുന്നത്? ലേൺ വൺ തിങ് ഫ്രം ദിസ് മാൻ. ബി സ്മാർട്ട്, ബി വൈസ്. ഷ്രൂഡ് എന്നൊരു പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഷ്രൂഡിന്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ, വൈസ്. അതിന്റെ മൂലപദത്തിന്റെ അർത്ഥം വൈസ്. ഇതേ വാക്യമാ 12-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു, വൈസ്. ബി വൈസ്. വെളിയിലുള്ളവർ മിടുക്കന്മാരാ നമ്മളെക്കാട്ടിൽ. അയ്യോ
പക്ഷെ ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മൾ ഓർത്ത് നമ്മൾ അമ്മിടുക്കന്മാരുന്ന. കാരണം വെളിയിലുള്ളവരൊക്കെ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്, ലോകത്തിന്റെ ആൾക്കാര് ഞായറാഴ്ച സിനിമയും കണ്ട് ഞായറാഴ്ച ഉച്ചക്കത്തെ കഴിപ്പിന് വേണ്ടി ഒരുങ്ങി അട്ടഹസിച്ച് ആർത്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വന്നിവിടെ ഇരിക്കുകയാണ്, സ്തോത്രം പറയുന്നു, പാടുന്നു, ദൈവവചനത്തിൽ നമ്മൾ ഓർത്ത് നമ്മൾ മിടുക്കരാ. യേശു പറയുക, വെളിച്ചത്തിന്റെ മക്കളെക്കാട്ടിൽ ബുദ്ധിയുണ്ട് ലോകത്തിലുള്ളവർക്ക്. അടുത്ത അല്പസമയങ്ങളിൽ ഞാൻ പറയാൻ പോകുന്നത് പീപ്പിൾ ഓഫ് ദ വേൾഡ് ആൻഡ് പീപ്പിൾ ഓഫ് ഗോഡ് തമ്മിലുള്ള വ്യത്യാസം എന്താ, നമ്മൾ അവരിൽ നിന്നും പഠിക്കേണ്ടത് എന്താ വ്യത്യാസം? ഈ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ലോകത്തിലുള്ള മനുഷ്യർ, അവരെന്തോ ചെയ്യുമെന്ന് അറിയാമോ? ഈ ഒരു വ്യക്തിയെ നോക്കിയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, they will secure their future. അവരുടെ ഫ്യൂച്ചർ അവരേത് വിധത്തിലും സുരക്ഷിതമാക്കും. പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. ഈ കാര്യവിചാരകനെ പോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചിന്തിക്കും, ഏത് കോഴ്സാ എനിക്ക് ജോലി കിട്ടുന്നേ. 12ാം ക്ലാസ്സിൽ അങ്ങനെയുള്ള സബ്ജക്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് എവിടെല്ലാം എൻട്രൻസിനും അതെല്ലാം എടുക്കുന്നു. They are shrewd to safeguard their future. ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുമ്പോൾ തന്നെ അനുവദനീയമല്ലെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോഴ്സ് കൂടെ ചെയ്യുന്നു. പീപ്പിൾ ഓഫ് ദ വേൾഡ്, they are very shrewd. They will take care of their future. ഈ കാര്യവിചാരകൻ അറിയാം അവന്റെ പണി പോകും, പക്ഷെ അവൻ അവന്റെ കാര്യം നോക്കി. അവൻ അപ്പോഴേ ഇളച്ചു കൊടുത്ത് അവന് പോകാനുള്ളൊരു സ്ഥലം ഒരുക്കി. യേശു പറയുക, വെളിച്ചത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണം. നമുക്ക് ശിഷ്യന്മാർക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണമെന്ന്. എന്തിൽ ലോക മനുഷ്യനെ നോക്ക്. അവൻ ജോലി പോകാൻ നേരം അടുത്ത ജോലിക്ക് വേണ്ടി അവൻ എങ്ങനെ സ്മാർട്ടായിട്ട് ഒപ്പിച്ചു. അവന്റെ വിസ്ഡം ഒന്ന് നോക്ക്. ഇതുപോലെ വെളിച്ചത്തിന്റെ മക്കൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു വലിയ ഹാർഡ് വർക്ക് പ്ലാനിങ് ഇന്ന് ചെയ്യണമെന്ന്. മനസ്സിലായില്ലല്ലേ? ശിഷ്യത്വത്തിലേക്ക് വന്ന നമ്മൾ, എനിക്ക് യേശുവിനോട് അടുത്ത് ജീവിക്കണമെന്ന് പ്രൊഫസ് ചെയ്യുന്ന നമ്മൾ, യേശു പറയുക, വെളിച്ചത്തിന്റെ മക്കൾ, നിങ്ങൾ ആ വെളിയിൽ നിന്നൊരു കാര്യം പഠിക്കുക. ഈ ലോകത്തിലെ നശ്വരമായ ജോലിയാണ് അവന് വലുത്. അവൻ അവന്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്ന നിങ്ങൾ കണ്ടില്ലേ? അവൻ കൂട്ടിവെക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ ഇതെല്ലാം താൽക്കാലികമാണെന്ന്? വരുവാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി എന്ത് കൂട്ടിവെച്ചു? ലേൺ, സൺസ് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ മക്കളെ, ഉൾക്കണ്ണ് പ്രകാശിച്ച് ഇവരെ പോലെ വയസ്സാകുക. ഈ ലോകത്തിൽ നിന്ന് പോകും. 16-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 16-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അത് ശ്രദ്ധിക്കണേ. അത് ഇല്ലാതെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പണത്തിന് വേണ്ടിയുള്ളതെല്ലാം സ്വരൂപി വെക്കുന്നതും അടുത്ത ജോലിക്കായുള്ള പ്ലാനിങ്ങും ഇതെല്ലാം ഇല്ലാതെ വരും. ഒന്നിൽ അതില്ലാതെ വരും, ഇല്ലേ നമ്മളില്ലാതെ വരും. കേറിയിരിക്കാൻ ഓഫീസ് കാണും, എയർ കണ്ടീഷൻ റൂം കാണും. ചിലപ്പോ ഒരു ദിവസം ആ എയർ കണ്ടീഷൻ റൂമിനെ നോക്കി, അയ്യോ അവിടെ ഇരിക്കുന്ന ആ മുഖമാണ് എന്റെ മുമ്പിൽ, ആളില്ലല്ലോ അവിടെ. അങ്ങനെ ഒരു ദിവസം വരും. അത് ശിഷ്യൻ ഇന്ന് മനസ്സിലാകണം. ഒരു ദിവസം വരുന്നു, when it is gone. പണം പോകുമ്പോൾ, ജോലി പോകുമ്പോൾ അല്ല, ജീവൻ പോകുമ്പോൾ. 9-ാമത്തെ വാക്യത്തിൽ, I tell you, use worldly wealth to gain friends for yourself, so that when it is gone, അത് പോകുമ്പോൾ, നിന്റെ ജീവൻ പോകുമ്പോൾ, സമ്പത്ത് പോകുമ്പോൾ, you will be welcomed into eternal dwellings.
ഒന്നാമതായി കാര്യവിചാരകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവന്റെ ഫ്യൂച്ചറിന് വേണ്ടി അവൻ എന്തും ചെയ്തു. ഇതുപോലെ ശിഷ്യന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറുള്ളവർ ഇന്ന് ഇതിനകത്ത് ഇരിപ്പുണ്ടോ? അതോ ലോകത്തിലായിരിക്കുന്നിടത്തോളം ലോകത്തിന്റെ കാര്യം, പിന്നെ പോകുമ്പോൾ പോവാം, അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞത്, സാക്ഷ്യവുമായി ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത് 60, 70, 80 വർഷം അടുത്തുള്ള ലോകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ദൈവം തന്നൊരു അവസരമാണിത്. വെളിച്ചത്തിന്റെ മക്കൾക്ക് ബുദ്ധി ഉണ്ടാകണം. ദൈവമേ, എനിക്ക് തന്ന എല്ലാ ദിവസവും എനിക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിന് വേണ്ടി ഒരുക്കമാണിത്. ആ കാര്യവിചാരകൻ പറയുക, എന്നെ വെളിയിലാക്കും, എന്നെ വെളിയിലാക്കും. ആര് വെളിയിലാക്കും? ഈ മാനേജർ, ഈ റിച്ച് മാൻ വന്ന് എന്നെ വെളിയിലാക്കും. അതുപോലെ ഇന്നൊരു ചിന്ത വരണം, ഈ ലോകത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം താൽക്കാലികമാ, എന്നെ പുറത്താക്കും. ഈ ലോകത്തിൽ നിന്ന് ഞാൻ പോകേണ്ട വരും. ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന വണ്ടി ഒരു ദിവസം അവിടെ കിടക്കും, ആരും ഓടിക്കാൻ ഇല്ലാതെ. ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർ തീരുമാനിക്കും ആ വണ്ടി കൊണ്ട് എന്ത് ചെയ്യണമെന്ന്. പണിഞ്ഞുകൂട്ടിയിരിക്കുന്ന വീടുകൾ ഒരു ദിവസം ആ ബെഡ്റൂമിൽ കയറുവാൻ നമ്മൾ കാണില്ല. അവിടെ ഉള്ളവർ തീരുമാനിക്കും ആ ബെഡ്റൂമിൽ ഇനി ആര് കിടക്കണമെന്ന്. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ, സ്വരൂപിച്ചിരിക്കുന്ന പണങ്ങൾ നമ്മളല്ല തീരുമാനിക്കാൻ പോകുന്നത്. When it is gone, when we are gone, മറ്റുള്ളവർ ചിന്തിക്കും, മറ്റുള്ളവർ ആലോചിക്കും, ഇവിടെ കിടപ്പുണ്ട് ഇത്ര, എന്തോ ചെയ്യണം നമ്മൾ. വെളിച്ചത്തിന്റെ മക്കൾക്ക് ബുദ്ധി ഉണ്ടാകണം. എങ്ങനെ ബുദ്ധി ഉണ്ടാകണം? ഇതെല്ലാം താൽക്കാലികമാണ്. വാഹനം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, വാഹനം ഓടിച്ചോളൂ. വീട് വേണ്ട എന്നല്ല പറയുന്നത്, വീടിൽ താമസിച്ചോളൂ. എന്നാൽ ഇതിനകത്ത് താമസിക്കുമ്പോഴും എന്റെ പ്രിയൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വീടല്ല, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം എനിക്കായി ഉണ്ടെന്നുള്ള വെളിപ്പാട് ഇന്നുണ്ടാകണം. ആ വീട്ടിൽ ചെന്ന് കയറുമ്പം എന്താണെന്നറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. എങ്ങനെ? 9ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? Verse 9. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നീ പണമില്ലാതെയാകുമ്പോൾ, അല്ലെങ്കിൽ നീ ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. ഈ പണം കൊണ്ടുണ്ടാക്കിയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആരാ ഈ പണം കൊണ്ടുണ്ടാക്കിയ ഫ്രണ്ട്സ്? സാധുക്കളെ കാണുമ്പോൾ, ഒത്തിരി സമയമില്ല അതൊക്കെ പറയാൻ, വാക്യങ്ങളുണ്ട് ഒരുപാട്. ലൂക്കോസിന്റെ സുവിശേഷം 18:22, ലൂക്കോസിന്റെ സുവിശേഷം 19:8, 2 വാക്യങ്ങളിലും കാണുന്നത് the importance of helping the poor. പാവപ്പെട്ടവനെ, ആരോഗ്യത്തിൽ വീക്കായുള്ളവൻ, അധ്വാനിക്കാൻ വയ്യ, അധ്വാനിക്കാൻ അലസതയുള്ളവനെ അല്ല, ഇവനെ പോലെ കുഴിയെടുക്കാൻ പ്രാപ്തിയില്ലെന്ന് പറയുന്നു, എരക്കാൻ നാണം, അങ്ങനെയുള്ളവരെ സഹായിച്ച് പൈസ കളയല്ലേ. അർഹിക്കുന്നവരെ കാണുമ്പോൾ ലൂക്കോസ് പറയുക, സഹായിക്കുക. ഇനിയും there is so much connection with spirituality and alms giving. പൂർ ആൾക്കാർക്ക് കൊടുക്കുന്നതും ആത്മീയതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 11:41 എഴുതുന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. 11:41, 12-ാം അധ്യായം 33, ഇവിടെ ഒക്കെ എഴുതിയിരിക്കുന്നത് give to the poor lavishly. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും? നിന്റെ ഈ പണം കൊണ്ട് make friends, സാധുക്കളെ സഹായിക്കുമ്പോൾ നീ ദൈവരാജ്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവനിൽ കൊണ്ടുവരിക. അക്രൈസ്തവനായതോ വേർപെട്ട് ദൈവത്തെ ആരാധിക്കാത്ത ഒരു സ്നേഹിതനുള്ളപ്പോൾ ബൈബിൾ പറയുന്നു what to do with your money. മണിക്ക് അഗൻസ്റ്റ് അല്ല ബൈബിൾ. സമ്പത്തിന് മണി എന്നുള്ളത് നോ എന്നല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ ഈസ് ഹെൽപ്പിംഗ് us to know how to use your money. എങ്ങനെ ചെലവഴിക്കണം? make friends. use your money to make friends.
അങ്ങനെ ആയാൽ എന്തോ ചെയ്യുമെന്നറിയാമോ? ഒരിക്കൽ ഇത് പോകുമ്പോ ആ കൂടാരത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ വെൽക്കം ചെയ്യാൻ അവർ നിൽക്കുമെന്ന് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ഭാവനയിൽ ഞാൻ കാണുകയായിരുന്നു. ഒരു ദിവസം ഈ ലോകത്തിൽ നിന്നും യാത്രയായി ഞാൻ എന്റെ നിത്യ കൂടാരത്തിൽ ചെല്ലുമ്പോൾ എന്നെ വെൽക്കം ചെയ്യാൻ അവിടെ ആരെങ്കിലും കാണുമോ? നിങ്ങളെ വെൽക്കം ചെയ്യാൻ ആരെങ്കിലും കാണുമോ? നിത്യ കൂടാരത്തിൽ വെൽക്കം ചെയ്യാൻ അവർ നിൽക്കുമെന്ന്. മേക്ക് ഫ്രണ്ട്സ്. യൂസ് യുവർ മണി ടു മേക്ക് ഫ്രണ്ട്സ്. കൂട്ടിവെക്കാതെ അത് ചെലവഴിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക. ആ മണിയുടെ ശക്തി നമ്മളിൽ നിൽക്കാതെ അത് വെളിയിലേക്ക് തള്ളിവിട്. അങ്ങനെയാണെങ്കിൽ അത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾ they will give you a rich welcome. ഇത് കോടിക്കണക്കിന് പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ ഒക്കുന്നത് മാത്രമല്ല. ഇവിടെ 100 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ ഒക്കുന്ന. You will get a rich welcome. Use your money wisely to make friends. അപ്പോൾ ഒന്നാമത്തെ കാര്യം, people of this world are only concerned about future in this world. ഈ ലോകത്തിലെ ഭാവിയെ അവർ കാണുന്നുള്ളൂ. അവരിൽ നിന്നൊരു വിസ്ഡം പഠിക്കണം. നമുക്ക് വരാൻ പോകുന്ന ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, മേക്ക് ഫ്രണ്ട്സ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്തിലെ ആൾക്കാരുടെ പ്രത്യേകത കേട്ടോ, അവര് they will make money by any means. ഏത് വിധത്തിലും അവരവരുടെ ഫ്യൂച്ചർ നോക്കും. ഏതാ ഈ കാര്യവിചാരകനെ പോലെ. അവൻ പണി ചെയ്യത്തില്ല, അവൻ ഇരക്കത്തില്ല, പക്ഷെ അവൻ അറിയാം all the crooked ways or how to make money. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കണം. എന്താണെന്നറിയാമോ? അങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം നശ്വരമായി ഒഴുകിപ്പോകും, അത് ഇല്ലാതെയാകും. Live a life of integrity. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ഒരു പൈസ പോലും നമ്മുടെ വീട്ടിൽ കയറ്റാതെ നോക്കുക. ദൈവം പറയാ, വെളിച്ചത്തിന്റെ മക്കൾ അവരെ കാട്ടി ബുദ്ധിയാ അവർക്ക്. അവരുടെ ബുദ്ധി ലൗകിക ബുദ്ധിയാ. എന്ത് വിധേന പൈസ ഉണ്ടാക്കും. പറയാ, നിങ്ങൾ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ത് വിധത്തിലും ദൈവത്തിന് വേണ്ടി ഏതുമേ ആയി തീരാനുള്ള മനസ്സാ വേണ്ടത്. അല്ല ഏത് വിധത്തിലും ഇവിടെ പൈസ കൂട്ടുക എന്നുള്ള ബുദ്ധിയല്ല വേണ്ടത്. എന്ത് വിധത്തിലും എനിക്ക് എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും എനിക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പ്രിയ ദൈവമക്കളെ, ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേറെ ഒന്നും ഒക്കത്തില്ല. കിടക്കുന്ന സ്ലീപ്പ് വെൽ മാട്രസ് അങ്ങോട്ട് അയക്കാൻ ഒക്കത്തില്ല. ഇട്ടിരിക്കുന്ന ഉടുപ്പ് അങ്ങോട്ട് അയക്കാൻ ഒക്കത്തില്ല. There is only one thing that can go there. That is your investment with money in this world. ഈ ലോകത്തിൽ നമ്മൾക്ക് കിട്ടിയ പണം ദൈവത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. എന്ത് വിധത്തിലും ഈ കാര്യവിചാരകൻ നോക്കുന്ന ബൈ ഹുക്ക് ഓർ ക്രൂക്ക് he wanted a future in this world. നമ്മൾ ചിന്തിക്കേണ്ട ഇന്ന്, ദൈവമേ എന്ത് വില കൊടുത്തും എനിക്ക് അവിടെ ഒരു നിക്ഷേപം വേണം, അവിടെ ഒരു നിക്ഷേപം. മൂന്നാമത്തെ കാര്യം പറയാം, he is investing for himself. People of the world, അവൻ എന്തിനാ നിക്ഷേപിച്ചത്? അവന് വേണ്ടി അവനിൽ തന്നെ അവൻ നിക്ഷേപിച്ചു. അതായിരുന്നു അവന്റെ പ്രശ്നം. കേൾക്കണമേ, കാരണം 16-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, there was a rich man whose manager was accused of wasting his possession. എങ്ങനെ ഇവൻ കളഞ്ഞത്? ഇതെല്ലാം കളഞ്ഞ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിച്ചു. പക്ഷെ അവനൊരു വലിയ സത്യം മനസ്സിലായി. ആരൊക്കെ? ഈ കാര്യവിചാരകൻ ഒരു വലിയ സത്യം മനസ്സിലായി. എന്ത് സത്യമാണെന്നറിയോ? എന്റെ മേലിൽ മാത്രം പൈസ ചെലവഴിച്ചോണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. എന്റെ ഫ്യൂച്ചർ പോയി. ഞാൻ ഈ പൈസ കൊണ്ട് എന്തോ ചെയ്യണം? വേറെ ആൾക്കാർക്ക് ഇളച്ചു കൊടുക്കണം. പൈസ കൊണ്ട് ഐ ഹാവ് ടു മേക്ക് ഫ്രണ്ട്സ്. ഇതുപോലെ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ലോകത്തിലുള്ളവർ, they are investing for themselves.
അവർക്ക് കയറിച്ചെല്ലാനുള്ള വീട്, അവർക്ക് കയറിച്ചെല്ലാനുള്ള ജോലി അവര് നോക്കുന്നത്. ഇന്ന് പകൽ ശിഷ്യത്വത്തിലേക്ക് കാൽ വെക്കുന്നവരോട് പറയാം, ശിഷ്യത്വത്തിൽ നടന്ന് നീങ്ങുന്നവരോട് പറയാം, ഇൻവെസ്റ്റ് നോട്ട് ഇൻ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരിൽ. നാലാമത്തെ ഒരു കാര്യം, ഈ ഉപമയുടെ കൺക്ലൂഷൻ ആണല്ലോ 13-ാമത്തെ വാക്യം. നോക്കിയേ, 13-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയത്തില്ല. ഈ ഉപമയുടെ കൺക്ലൂഷൻ അത്. അപ്പൊ ഇതിനകത്ത് ഈ ഭൃത്യൻ, ഈ കാര്യവിചാരകൻ 2 പേരെ സേവിച്ചോ? ആരായിരുന്നു ഈ 2 പേര്? കാരണം അവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഈ ഉപമയിൽ കാര്യവിചാരകനുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ അവൻ ഒരു യജമാനനേ ഉള്ളൂ. പക്ഷെ യേശു പറയാ, തന്റെ ഈ കാര്യവിചാരകനെ നോക്ക്, ഇവന് പറ്റിയത് ഇവൻ 2 യജമാനന്മാരെ സേവിച്ചു. ഇതൊക്കത്തില്ല. ഒരു യജമാനനെ സേവിക്കാനേ ഒക്കത്തുള്ളൂ. എപ്പോഴാ ഇവൻ 2 യജമാനന്മാരെ സേവിച്ചത്? ആ ഉപമയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ 2 യജമാനെ സേവിച്ചെന്ന്. ഇവൻ ഒരു യജമാനനുണ്ട്, ഇവൻ കാര്യവിചാരകൻ. എപ്പോഴാ പിന്നെ 2 യജമാനന്മാരെ സേവിച്ചത്? ആരായിരുന്നെന്നറിയാമോ? 2-ാമത്തെ യജമാനൻ. ഒന്ന് ഇവന്റെ ധനവാനായ ആ യജമാനൻ, ഇവൻ ഈ എസ്റ്റേറ്റ് കൊടുത്ത്. 2-ാമത്തെ യജമാനൻ ഇവൻ തന്നെയായിരുന്നു. ഹി വാസ് ഹിസ് ഓൺ കിങ്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാരാണെങ്കിൽ ഇന്ന് പകൽ ഓർക്കണം, ഒന്നിൽ യേശുവിന്റെ അടിമ, രണ്ടാമത് നിൽക്കുന്ന ഓപ്ഷൻ നമ്മുടെ തന്നെ അടിമ എന്ന് പറഞ്ഞാൽ, എന്റെ സുഖവും സൗകര്യവുമേ ഞാൻ നോക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ ആരുടെ അടിമയാ? എന്റെ തന്നെ അടിമ, എന്റെ ജഡത്തിന്റെ അഭിലാഷത്തിന്റെ അടിമ. I am a slave of my own flesh and ambitions. അല്ലാതെ നമ്മളാരും ചിന്തിക്കരുത് വേറെ ആരെങ്കിലും ഐഡല്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ പറയൂ, ഞങ്ങളുടെ അവിടെ ഒരു ഐഡൽസും ഇല്ല, ഒരു ബിംബങ്ങളും ഒന്നുമില്ല, ഞങ്ങളുടെ ദൈവം യേശു മാത്രമാണ്. എന്തോ പിന്നെ ഇത്ര ഈ ശബ്ദം ഉയർത്തി പറയുന്നത്? ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ല, ഞങ്ങളുടെ അവിടെ ഒരു മാമോനും ഇരിപ്പില്ല. ഞങ്ങളുടെ ഒന്നും ഇരിക്കണ്ട. ദൈവത്തെയും മാമോനെ എന്ന് പറയുന്നത്, ദൈവം ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് എൻ്റെതായ ഇഷ്ടങ്ങൾ, എനിക്ക് വേണ്ടി മാത്രം കൂട്ടിവെക്കുന്ന അനുഭവങ്ങൾ. അതാ ഇവന് പറ്റിയത്. ഈ കാര്യവിചാരകൻ അവന്റെ തന്നെ ഇഷ്ടത്തിന് വേണ്ടി പണം ചെലവഴിച്ചു. അവന്റെ ലാഭങ്ങളെ അവൻ നോക്കിയുള്ളൂ. അപ്പൊ യജമാനൻ പോയി, യജമാനന് ഇഷ്ടപ്പെട്ടില്ല. പ്രിയ ദൈവമക്കളെ, ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഭാഗമില്ല. സമവീക്ഷണ സുവിശേഷത്തിൽ ഇതേ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മത്തായിയുടെ സുവിശേഷം 6:24 ഇതേ വാക്യമുണ്ട്. നോ വൺ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്. എന്നാൽ അതിന്റെ മുമ്പ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മത്തായി 6:22. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. കണ്ണ് ശരീരത്തിന്റെ, eye is the lamp of the body. If your eyes are healthy, your whole body will be full of light. കണ്ണ് ശരിയായ മതി. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കാമോ? കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കണ്ണ് ശരിയല്ലെങ്കിൽ പോയി. അടുത്ത വാക്യമാ, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. എന്താ ഇതിന്റെ തമ്മിലുള്ള ബന്ധം? പറയാം. കണ്ണുകളില്ലേ? കണ്ണുകൾ, 2 കണ്ണുകൾ. ഈ കണ്ണ് ശരിയായാൽ ശരിയായി. കണ്ണ് പ്രശ്നമാണ്, ഫുൾ ശരീരത്തിന് പ്രശ്നം. എന്ന് പറഞ്ഞാൽ, you have 2 eyes but you have only 1 vision. ഒറ്റ വിഷനേ ഉള്ളൂ. എന്താ വിഷൻ? ഇപ്പൊ ഞാൻ ഒരാളെ നോക്കുന്ന, എനിക്ക് ഒരാളെ കാണത്തുള്ളൂ. ഇത് 2 കണ്ടതെങ്കിൽ ഞാൻ എവിടെല്ലാം ചെന്ന് ഇടിച്ചേനെ. എന്റെ 2 കണ്ണുകൾക്ക് 2 ദിശയിലേക്ക് 2 കാര്യങ്ങളാ കണ്ടതെങ്കിൽ എന്ത് ഭയങ്കരമായേനെ. യേശു പറയാ, 2 യജമാനന്മാരെ സേവിക്കാൻ ഒക്കത്തില്ല. ഒരു കണ്ണുകൊണ്ട് യേശു, ഒരു കണ്ണുകൊണ്ട് ലോകം ഒക്കത്തില്ല.
അതൊക്കത്തില്ല. അതതിന്റെ അർത്ഥം. 2 യജമാനന്മാരെ സേവിക്കാൻ ഒക്കത്തില്ല. ഒരു ശരീരത്തിലെ 2 കണ്ണുകൾ ഒന്നിലേക്ക് മാത്രം പതിയുന്നത് പോലെ ശിഷ്യന്മാരുടെ കൂട്ടമേ ഇന്ന് പകൽ കേൾക്കുക. പൗലോസ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്രിസ്തുവേശുവിന്റെ മുമ്പിൽ എനിക്ക് കാഴ്ച വെക്കണം നിർദോഷമായ നിഷ്കളങ്കമായ ഒരു മണവാട്ടിയെ എന്ന് പൗലോസ് പറയാൻ കാര്യം. എങ്ങനെ ഈ നിർദോഷമായ നിഷ്കളങ്കമായ മണവാട്ടി ഉണ്ടാകുന്നത്? ഒരിടത്ത് മാത്രം ശ്രദ്ധ വെക്കുന്ന ഒരു മണവാട്ടി. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ വിശ്വാസി സമൂഹമേ, ഇന്ന് പകൽ വചനത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. സ്നാനപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ശിഷ്യത്വത്തിന് ഏറ്റവും വലിയ തടസ്സം നമ്മുടെ കണ്ണുകൾ 2 വശത്തിലേക്ക് പോകുന്നു. അതാ തടസ്സം. ഒരു വശത്ത് യേശു വേണം, ഒരു വശത്ത് ലോകം വേണം. ഇത് രണ്ടും ഒക്കത്തില്ല. If eyes are good, your whole body is good. You cannot serve 2 masters. 2 യജമാനന്മാരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ ഒക്കത്തില്ല. യേശുവിനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും, യേശുവിനെ മാത്രം പ്രസാദിപ്പിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് വേണ്ടി ആര് കരുതും? എന്നെ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് 6-ാമത്തെ അധ്യായം നമുക്ക് എല്ലാം ഇഷ്ടമുള്ള വാക്യം 6:33. എന്താ വാക്യം? Seek ye first the kingdom of God and his righteousness. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഉണ്മാനുള്ളത്, ഉടുപ്പാനുള്ളത്, താമസിക്കാനുള്ളത് അവൻ തരും. ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകരനെ കേൾക്കുന്നുണ്ടെങ്കിൽ, യു ആർ സ്ട്രഗ്ലിംഗ് ഫോർ ഫുഡ്. ആഹാരത്തിന് ബുദ്ധിമുട്ട്, വസ്ത്രത്തിന് ബുദ്ധിമുട്ട്, താമസിക്കാൻ ഒരു നല്ല ക്രമീകരണങ്ങൾ, മഴ പെയ്യുമ്പോൾ വെള്ളം ചോർന്നു വരുന്നു, ബുദ്ധിമുട്ട്. ഈ 33-ാം വാക്യം ഹൃദയസ്ഥമായി ഇന്ന് പകൽ എടുത്തോ. നിങ്ങളുടെ വിഷൻ മാറണ്ട. എങ്ങനെ എനിക്ക് സമ്പത്ത് കൂട്ടാമെന്ന് ചിന്തിക്കണ്ട. ഒരിടത്തേക്ക് ലക്ഷ്യം വെക്കുക. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശു പറഞ്ഞിരിക്കുന്നു, എന്റെ മേളിൽ കണ്ണ് പതിഞ്ഞാൽ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, നോട്ട് യുവർ ഗ്രീഡ്സ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും, പക്ഷേ അത്യാഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടില്ല. മടങ്ങിയ ഉപമയിലേക്ക് വരാം. കഴിഞ്ഞില്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യവിചാരകൻ നമ്മളോട് പറയുന്നത്, അവൻ ഭയങ്കര ബുദ്ധിമാനാണ് അവന്റെ കാര്യം നോക്കാൻ. നമ്മൾ കാര്യവിചാരകനിൽ നിന്ന് ഒരു കാര്യം പഠിക്കണം, ബുദ്ധി പഠിക്കണം. എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യതയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അവിടെ ഒരു റിച്ച് വെൽക്കം കിട്ടാൻ നമ്മൾ ആ പ്രിൻസിപ്പിൾ അവനിൽ നിന്ന് പഠിക്കണം. അടുത്തതായി ഈ പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. പണത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. ഈ കാര്യവിചാരകന് എന്തെങ്കിലും റിവാർഡ് കിട്ടിയോ? തീർച്ചയായിട്ടും കിട്ടി. അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയപ്പോ അവന്റെ മാനേജർ, അവന്റെ റിച്ച് മാൻ, യജമാനൻ തന്നെ പറഞ്ഞു, കൊള്ളാം, നിന്റെ ബുദ്ധി കൊള്ളാം, അപ്പൊ ഞാൻ ഇല്ലേലും നീ ജീവിക്കും അല്ലേ. അവന്റെ ബുദ്ധിക്ക് ഒരു വലിയ അപ്ലോസ് ഒക്കെ കിട്ടി. അവൻ അടുത്ത ജോലി കണ്ടുപിടിച്ചു. ഈ ലോകത്തിൽ പണത്തെ സേവിക്കുന്നവർക്ക് പണം ചിലതൊക്കെ നൽകും. എന്തോ നൽകുമെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണം. പണം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പണം നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മാന്യത. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമസഭയിൽ one of the first virus that the apostles had to deal with was favoritism. പുതിയ നിയമത്തിലെ സഭകളിൽ ആദ്യം കയറിയ ഒരു വൈറസിൽ ഒന്ന് ഫേവറിറ്റിസം ആയിരുന്നു. എന്താ ഫേവറിറ്റിസം? യാക്കോബിന്റെ ലേഖനം നോക്കിക്കാം, 2-ാമത്തെ അധ്യായം, അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ജെയിംസ് ചാപ്റ്റർ 2 verse 2 and 3. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും കണ്ടോ ഒരു ഗ്രൂപ്പ് ആളിനെ പണത്തിന് എന്തോ ചെയ്യാൻ കഴിയും. ഞാൻ ഈ ലോകത്തിലേക്ക് അന്വേഷിക്കുക, എനിക്ക് വേണ്ടി കൂട്ടിവെക്കുക, ഞാൻ പണത്തെയാ സേവിക്കുന്നത്.
പണത്തെ സേവിച്ച ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതിലൊന്നാണ് മാന്യത. എങ്ങനെയുള്ള മാന്യതയാ? നല്ല എക്സ്പെൻസീവ് ഷർട്ട് ഇട്ടുകൊണ്ട് പറയാ, യാക്കോബ് എഴുതുക, യേശുവിന്റെ സഹോദരനായ യാക്കോബ് എഴുതുക, ഇങ്ങനെ ഒരാള് നിങ്ങളുടെ ഇടയിലോട്ട് വന്നാൽ, മോതിരം ഇട്ടിട്ടുണ്ട്, വസ്ത്രം ഇട്ടിട്ടുണ്ട്, എന്നിട്ട് താഴോട്ട് വായിക്കാമോ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേനെ ഇരുന്നാലും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കസാരയൊക്കെ അന്വേഷിക്കും. കസാര ഉണ്ടോ? പുള്ളിക്കിട്ട്. കാരണം വേറെ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല, കാശുണ്ട്. യേശു പറയുക, നിങ്ങൾക്ക് ഇത് രണ്ടും സേവിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഇതിനെ സേവിച്ചാൽ, ഇന്ന് പലരും പണത്തെ സേവിക്കാൻ കാര്യം ഈ പണത്തിന് ഒരുപാട് കാര്യങ്ങൾ തരാനൊക്കും. അതിലൊന്നാണ് മാന്യത. എവിടെ നടന്നു പോയാലും എന്നോട് തന്നെ എൻ്റെ എത്ര ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ജോയെ ഇതൊക്കെ പറഞ്ഞാലും കാശുള്ളവർക്കാണ് വില. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, തടിയുക്കാരൻ എൻ്റെ ഫ്രണ്ട്, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നിൽക്കുന്നത് എനിക്ക് അത്യാവശ്യമായി ജീവിക്കാനൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ വെളിയിൽ എവിടെയെങ്കിലും പോകണം, ഇതിനെക്കാട്ടി ശമ്പളം കുറവാണേലും കുഴപ്പമില്ല, ഒന്ന് പോയേച്ച് വന്നാൽ മാന്യത. ഗൾഫെന്ന് എഴുതി വെച്ചാൽ മതി മാന്യത. ഇതല്ലേ നമ്മുടെയൊക്കെയും പലരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഒന്ന് പോണം, ഒന്ന് പോയിട്ട് വരണം, മാന്യത വേണം. പണത്തിന് തരാൻ ഒക്കും അത് മാന്യത. ആ പെർഫ്യൂമിന്റെ സ്മെല്ലും ആ ഫ്രാഗ്രൻസ് ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ, വിദേശത്തു നിന്ന് വന്നങ്ങോട്ട് ഇറങ്ങുമ്പോൾ പെട്ട് പിടിക്കാനൊക്കെ ഒരുപാട് പേരെ കിട്ടും. കൊച്ചിയിൽ എയർപോർട്ടിൽ വരാൻ ഞാൻ വരണോ, നീ വരണോ, നീ പോകുമോ ഒക്കെ ചോദിക്കും. എന്നാൽ ഗുജറാത്തിൽ നിന്ന് വരുമ്പോൾ വലിയ തിരക്ക് കാണത്തില്ല, തന്നെ ചിലപ്പം ബസ് കയറി വരേണ്ടി വരും. പണത്തിന് തരാൻ ഒക്കും ചില കാര്യങ്ങൾ. പണത്തിന് തരാൻ ഒക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് മാന്യത. ഈ കാര്യവിചാരകൻ അത് കിട്ടി. എപ്പോ കിട്ടി? ഇവനെ ജോലിയിൽ നിന്ന് വെളിയിലാക്കിയപ്പോ ഇവന് അടുത്ത മാന്യത കിട്ടി. കാരണം അതിനുള്ളിൽ അവൻ സെറ്റപ്പ് ചെയ്ത് വെച്ചു, പൈസ കൊണ്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചു, അവൻ അടുത്ത മാന്യത കിട്ടി. ഈ 50 ഇളച്ചു കൊടുത്ത വീട്ടിലോട്ട് ചെല്ലുമ്പം, സാറേ കിടന്നാട്ട് സാറേ, സാറാ 50 എഴുതി തള്ളിയോണ്ടാ നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകും. കിട്ടി. പണത്തെ സേവിച്ചാൽ അങ്ങനെയുള്ള മാന്യത കിട്ടും. ദൈവത്തെ സേവിച്ചാൽ ഒരു മാന്യത കിട്ടും. എന്താ മാന്യത എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. പല പ്രാവശ്യം നമ്മളിവിടെ ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം നോക്കിയേ. 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ, പണത്തെ ശുശ്രൂഷിച്ചാൽ നിനക്ക് ഈ ലോകത്തിൽ മാന്യത കിട്ടും. നീ വാഹനത്തെ ഇറങ്ങുമ്പോൾ, നിന്റെ വീട്ടിൽ വരുമ്പോൾ, നീ നടന്നു വരുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കും, ആകെ മാന്യത കിട്ടും. യേശു പറയുക, പണത്തെ സേവിച്ചാൽ അതാ. ഈ കാര്യവിചാരകൻ അവന്റെ കാര്യം സെറ്റപ്പാക്കി. എന്നെ ശുശ്രൂഷിക്കുന്നവൻ, വായിക്കാമോ 15:26? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെ സേവിക്കുന്നവരെ ലോകമല്ല മാനിക്കുന്നത്, പിതാവ് മാനിക്കും. എങ്ങനൊരു മാന്യതയാ കിട്ടുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് അവനും ഇരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ നിന്നും ആ വിസ്ഡം പഠിക്കണം. ഈ ലോകത്തിലെ മാന്യതയ്ക്ക് വേണ്ടി അവൻ പണം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ പണം കയ്യിൽ വരുമ്പോൾ ഉടൻ ഫ്രണ്ട്സ് ഉണ്ടാക്കണം. അവിടെ വേണം മാന്യത. അവിടെ എനിക്ക് പിതാവിന്റെ അടുക്കൽ ഇരിക്കണം. ഇതാണ് നിലനിൽക്കുന്ന മാന്യത. അല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാം, കാശുള്ളപ്പം ഭയങ്കര മാന്യതയായിരിക്കും. കാശ് പൊക്കൊള്ളട്ടെ. നേരത്തെ ഇങ്ങനെ വീട് നോക്കി പോയവരൊക്കെ ഇങ്ങനെ തല വെട്ടിച്ചു. യോഗം കഴിയുമ്പം നിൽക്കത്തില്ലാരും. കാരണം ഇനിയും വല്ല ചോദിച്ചാലോ, പൈസ വല്ലതും ചോദിച്ചാലോ വിടും. പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഈ പണമില്ലാതെ വരുമ്പോഴേ നേരത്തെ പൊക്കി വെച്ച മാന്യതയൊക്കെ പോവും. എന്നാൽ താഴെ വീഴാത്തൊരു മാന്യതയുണ്ട്. പിതാവ് ഉയർത്തിയാൽ. പിതാവ് ഉയർത്തണമെങ്കിൽ പണത്തെ സേവിക്കരുത്, യേശുവിനെ സേവിക്കണം. യേശുവിനെ സേവിക്കുന്നവർ പണം ചിലവഴിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ. എങ്ങനെ ചിലവഴിക്കണം? സ്നേഹിതന്മാരെ ഉണ്ടാക്കാൻ. അപ്പം
യേശുവിനെ സേവിക്കുന്നവരെയും പണത്തെ സേവിക്കുന്നവരെയും കണ്ടാൽ അറിയാമോ? വേഗം അറിയാം. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടിയോണ്ട് വേഗത്തിൽ അറിയാം. പണത്തെ സേവിക്കുന്നവർ, സോറി ടു സേ, നാടൻ ഭാഷ, ഭയങ്കര അരിപ്പത്തരം കാണിക്കും. പണത്തെ സേവിച്ചാൽ ഒരു 10 രൂപ ഇറക്കണമെങ്കിൽ ഇനി ഇറക്കി കഴിഞ്ഞാൽ അത് 10 ഇടത്ത് ചോദിക്കും. അത് 10 രൂപ ഞാനത് കൊടുത്തായിരുന്നു. പണത്തെ സേവിക്കുക. യേശുവിനെ സ്നേഹിച്ചാൽ, യേശുവിനെ സേവിക്കുകയാണെങ്കിൽ they will so lavishly, വാരി വിതറി കൊടുക്കും. അയ്യോ അതെ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ വാരി അങ്ങോട്ട് വിതറാനോ? നല്ല പ്രസംഗിച്ചിട്ട് പൊക്കാട്ടെ. എപ്പോഴാ ബസ്? 6:30. പക്ഷേ 16-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, 16-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയോ. എന്നിട്ട് പറ, ഇത് നമ്മുടെ ആണോ കൈ ഇരിക്കുന്ന പൈസ എന്ന്. 16-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ. അന്യമായതിലോ? അപ്പൊ ഈ മാമോനെ എന്തോ ബൈബിള് വിളിച്ചിരിക്കുന്നത്? അന്യമായതിൽ. ഈ കൈയിരിക്കുന്നത് അന്യമാ, നമ്മുടെ അല്ലിത്. ഇത് തന്നിരിക്കുക. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ. ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് ബീൻ ട്രസ്റ്റ്വർത്തി വിത്ത് someone else's property. ഏത്? ഞാൻ ഉണ്ടാക്കിയ പൈസയോ? അതെ, ഇത് someone else's property-യാ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ആ യഹോവ തിരുവുള്ളം കനിഞ്ഞ് വല്ലതും കൈ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നേടിയതല്ല, എന്റെ കയ്യിൽ ആർക്കോ വേണ്ടി കൊടുക്കാൻ ദൈവം തന്നതാ. ഇതാ ശിഷ്യത്വം. ശിഷ്യത്വം ഇതാ. എന്നിൽ തന്നെ ഞാൻ പിടിച്ചു നിർത്തി എന്റെ ഭാവിയെ സുരക്ഷിതമാക്കുകയാണെങ്കിൽ പണത്തിന്റെ ദാസ്യത്വം അത്. യു ആർ സെർവിങ് മണി, യു വിൽ ഗെറ്റ് ഓണർ ഇൻ ദിസ് വേൾഡ്. പക്ഷേ സെർവിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ യു ആർ ഡീലിംഗ് വിത്ത് മണി ആസ് ദോ ദിസ് ഈസ് സംബഡി എൽസസ് പ്രോപ്പർട്ടി. വേറൊരാളുടെ കാര്യങ്ങൾ കയ്യിൽ വന്നാൽ എന്തോ പെട്ടെന്ന് തോന്നേ? നിങ്ങൾ ആരെങ്കിലും ഒരാടെ നിന്ന് 10,000 രൂപ വാങ്ങിച്ചു, എന്തോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നേ? തിരിച്ചു കൊടുക്കണമെന്നല്ലേ? സുബോധം ഉണ്ടെങ്കിൽ അതാ തോന്നുന്നേ. അടുത്ത പ്രാവശ്യം ആളിനെ കാണുമ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കണം. ഈ കയ്യിലിരിക്കുന്ന പൈസയും ബാങ്കിലുള്ളതും എല്ലാം 16-12 അനുസരിച്ച് someone else's property ആണ്. എന്തോ ആയിരിക്കും മനസ്സിൽ വരുന്നത്? അയ്യോ ദൈവം എനിക്ക് പറഞ്ഞു തരണം, ഐ വാണ്ട് ടു ഗിവ് ഇറ്റ് അവേ. എനിക്കിത് കൊടുക്കണം, എനിക്കിത് ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു കാര്യം വളരെ താഴ്മയോടെയും നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് നേരിട്ടറിയുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നല്ലത്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറയുക, കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും ജെനുവിനിറ്റി കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അറിയുന്നത്, ബൈബിൾ കോളേജിലൊക്കെ അറിയുന്നത്, വൻ ദുരുപയോഗമാണ് പണത്തിന്റെ പേരിൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഗ്രാമത്തിൽ വർക്കാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബോർഡുണ്ട്, AG. ഇത് തിരിച്ചു വെക്കുമ്പം അത് വേറൊന്നാവും. ആ സൈഡിൽ നിന്ന് വേറൊരു ബോർഡ് ഇവിടെ വെക്കും. ഇതെല്ലാം വെച്ച് നല്ല ഒന്നാന്തരം വാഹനത്തിൽ ഇങ്ങനെ പോവുക. കുഴിച്ചായിരുന്നെങ്കിൽ ഇത്രയും കിട്ടത്തില്ലായിരുന്നു. കുഴിക്കാൻ പ്രാപ്തിയില്ല, ഇരക്കാൻ പ്രാപ്തിയുണ്ട്. അപ്പോ പണത്തിൽ തന്നെയല്ല പ്രശ്നം, ഇതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്നവന്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ല. ദൈവത്തെ സേവിക്കുന്നവൻ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവനറിയാം. അവൻ കൂട്ടിവെക്കത്തില്ല, അവന്റെ സുരക്ഷതയ്ക്കായി കൂട്ടിവെക്കത്തില്ല. എന്താണെന്നറിയാമോ ഇതിനകത്തെ ഡേഞ്ചർ?
നമ്മുടെ സുരക്ഷയ്ക്കായി കൂട്ടിവെക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നത്. We are losing trust in the Lord when we gather all the money around us. ആ കർത്തൃപ്രാർത്ഥനയിലെ പ്രാർത്ഥനയുടെ ഒത്ത നടുക്ക് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. ഇതാർക്കാ പ്രാർത്ഥിക്കാൻ ഒക്കുന്നേ? എല്ലാരും പ്രാർത്ഥിക്കണം. ഇഷ്ടംപോലെ പൈസ ഉള്ളവരും പ്രാർത്ഥിക്കണം. ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, ശരിക്കും അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വരണം. അടുത്ത അന്നമില്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ശബ്ദമൊക്കെ ഇടറിപ്പോകും. കാരണം ഉള്ളിൽ നിന്നത് വരിക. ദൈവത്തെ സേവിക്കുമ്പോൾ പണം കൂട്ടിവെക്കില്ല, ചെലവഴിക്കും. എങ്ങനെ ചെലവഴിക്കും? സ്നേഹിതന്മാരെ ഉണ്ടാക്കാൻ. എങ്ങനെയുള്ള സ്നേഹിതന്മാരെ? ദൈവരാജ്യത്തിലേക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ചെലവഴിക്കുവാൻ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഈ വചനം അതുപോലെ അന്വർത്ഥമാക്കുന്നവർ ഇതിനകത്തുണ്ട് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വാങ്ങിക്കുവാൻ സാധിച്ചു. ഹൗ? ബിക്കോസ് ഓഫ് ദ സാക്രിഫിഷ്യൽ ഗിവിംഗ് ഓഫ് മെനി ബ്രദേഴ്സ്. അനേകർ സാക്രിഫിഷ്യലായി കൊടുത്തു. യെസ്, അവരുടെ ഈ പണം ഉണ്ടായിരുന്നു. പണത്തിന്റെ ദാസന്മാരല്ലവർ, ദൈവത്തിന്റെ ദാസന്മാരായോണ്ട് പണത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് ഇതും ദൈവസഭയ്ക്ക് കൈമുതലായി വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഇത് തിരികെയാണ്. സ്വപ്നം കാണണം. ഒരു ട്രെയിനിങ് സെന്റർ നമ്മൾ തുടങ്ങുന്നതായി സ്വപ്നം കാണണം. ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം, SABCയുടെ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് ബൈബിൾ കോളേജ്, അതിനോടുള്ള സ്പേസ് ഇവിടെയാകും. ഇതെല്ലാം നടക്കും. ദൈവത്തിന്റെ ദാസന്മാരായാൽ നമ്മുടെ റിസോഴ്സ് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, നമുക്കാർക്കും വീട്ടിൽ കൊണ്ടുവരാനുള്ളതല്ല, ദൈവരാജ്യത്തിന് വേണ്ടി. അപ്പോ ഇത്രയും നീണ്ട പ്രഭാഷണമായി പോയത് കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഉപമയിൽ നിന്നും യേശു പറഞ്ഞ ആ ഉപദേശങ്ങളിൽ നിന്നും വാട്ട് ക്യാൻ യു സെൻഡ് അപ്പ്? നമുക്ക് എന്തോ മേളിലോട്ട് കൊടുക്കാനും ഇന്നത്തെ ധ്യാനത്തിൽ വാട്ട് ക്യാൻ യു സെൻഡ് അപ്പ്? ക്യാൻ യു സെൻഡ് എനിത്തിങ് മെറ്റീരിയൽ അപ്പ്? എന്തെങ്കിലും ഭൗതികമായത് അങ്ങോട്ട് കൊടുക്കാൻ ഒക്കുമോ? ഭൗതികമായത് വെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് അവിടത്തെ ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ അവിടത്തെ പാസ്ബുക്കിൽ എത്ര ക്രെഡിറ്റ് ആയിട്ടുണ്ട്? അയ്യോ, ചിലത് എംറ്റിയാ, തുടങ്ങിയിട്ടേ ഇല്ല. ഇവിടുത്തെ പാസ്ബുക്കിലെ എൻ്റർ ആയിട്ടുള്ളൂ. അവിടേക്ക് വല്ലതും ഇൻവെസ്റ്റഡ് ആകണമെങ്കിൽ ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർ യു ഫെയ്ത്ത്ഫുൾ? വിശ്വസ്തനാണോ? അതോ ഈ കാര്യവിചാരകനെ പോലെ അവന്റെ ഇഷ്ടത്തിന് വേറൊരാളുടെ പ്രോപ്പർട്ടി പൊളിച്ചു? അതുപോലെ ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് 12-ാം വാക്യത്തിൽ കണ്ടു, ഇത് വേറൊരാടെയാ. നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ ഒക്കുമോ? ആർ യു ഫെയ്ത്ത്ഫുൾ? Those who have lot of money and those who have little money. ഒത്തിരി ഉള്ളവരോടും ഞാൻ ചോദിക്കട്ടെ, കുറച്ചേ ഉള്ളവരോടും ഞാൻ ചോദിക്കട്ടെ, ആർ യു ഫെയ്ത്ത്ഫുൾ വിത്ത് the little that you have? ഇതിനെ പലരും വിളിച്ചിരിക്കുന്നത്, ഈ ഉപമയെ വിളിച്ചിരിക്കുന്നത് ഗുഡ് ലെസൺ ഫ്രം എ ബാഡ് എക്സാമ്പിൾ. ഗുഡ് ലെസൺ, വളരെ നല്ലൊരു തത്വം പഠിച്ചു. ഫ്രം എ ബാഡ് എക്സാമ്പിൾ. കാര്യവിചാരകന്റെ അവൻ എങ്ങനെ അവന്റെ ഫ്യൂച്ചർ സെക്യൂർഡ് ആക്കി, ഏത് വിധേനയും അവൻ കളിച്ച് അവന്റെ ഫ്യൂച്ചർ നോക്കി. പക്ഷെ ദർ ഈസ് എ ഗുഡ് ലെസൺ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ശിഷ്യത്വത്തിൽ ആഴത്തിൽ യേശുവിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ സത്യം ഇതിനകത്തുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പണം എങ്ങനെ ചെലവഴിക്കണം. വാസ്തവത്തിൽ സമയക്കുറവുകൊണ്ട് ഞാൻ അതിൻ്റെ തുടർമാനം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ അധ്യായത്തിൽ തന്നെയാണ്, ഒറ്റ വാക്കിൽ ഞാൻ അത് പറഞ്ഞു വിടാം.
ഇതേ അധ്യായത്തിൽ തന്നെ 19 മുതൽ കിടക്കുന്ന ഉപമ എന്താണെന്നറിയാമോ? ധനവാന്റെയും ലാസറിന്റെയും കഥ. അതിനകത്ത് എന്താ പറ്റിയത്? ധനവാൻ ഒറ്റ പ്രശ്നമുള്ളായിരുന്നു. എന്താ? He did not share his money with the poor man. ലാസറിന്റെ അവസ്ഥ കണ്ടിട്ട് he did not share, he did not help. എവിടെ അവനെ അത് എത്തിച്ചു? നരകയാതനയിൽ കിടക്കുക, അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നവര്. just because he didn't know how to spend his money. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പണം ചെലവഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് അവർ സാൽവേഷൻ. പണം ചെലവഴിക്കുന്നതിലൂടെ രക്ഷയെ വാങ്ങിക്കുകയല്ല, രക്ഷിക്കപ്പെട്ടവന്റെ ഇൻഡിക്കേഷനാണ് പണം എങ്ങനെ ചെലവഴിക്കുന്നത്. അറിയാം, അവന്റെ പണം ചെലവഴിക്കുന്ന രീതി കണ്ടാൽ അറിയാം യഥാർത്ഥ രക്ഷ അനുഭവിച്ചിട്ടുണ്ടോ. ധനവാന്റെ ലാസറിന്റെ കഥ അതാ പറയുന്നത്. He did not share money. ഇനിയും ചോദിക്കട്ടെ, ആ 12ാമത്തെ അധ്യായത്തിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, റിച്ച് ഫൂൾ എന്നാ വിളിക്കുന്നത്, ധനവാനായ മൂഢൻ. അവന്റെ പ്രശ്നം എന്തായിരുന്നു? ഈ വിളവുകളൊക്കെ ഭയങ്കരമായി ഉണ്ടായത് പ്രശ്നമാണോ? അല്ല, ദൈവമല്ലേ അത് കൊടുത്തത് വിളവ്. ആവശ്യ സമയത്ത് മഞ്ഞും മഴയും കൊടുത്തത്, കാറ്റ് ശക്തമായി അടുപ്പിക്കാതിരുന്നത്. 12ാം അധ്യായത്തിലെ ആ ധനവാന്റെ ആ ബാൺസ് എല്ലാം നിറഞ്ഞു കവിഞ്ഞു, ഇഷ്ടം പോലെ ഗോതമ്പുകൾ. ആരാ ഇത് കൊടുത്തത്? God gave, but he did know the principle of sharing. ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ thankfully we have a good example. പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമ്മളെ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലൂക്കോസിൽ. ആരാന്നറിയാം? ലൂക്കോസിന്റെ സുവിശേഷം 10ാമത്തെ അധ്യായത്തിൽ ശമര്യക്കാരനുണ്ട്. എന്താ ശമര്യക്കാരൻ ചെയ്തത്? He is making friend. ആരെയാ ഫ്രണ്ട് ആക്കുന്നത്? His enemy. അവൻ ഒരിക്കലും സഹായിക്കാൻ മാനുഷികമായി അവന്റെ സങ്കല്പത്തിൽ പോലും പണം കൊടുക്കത്തില്ല ഇവന്. ശമര്യക്കാരും യഹൂദന്മാരും തമ്മിലുള്ള വിള്ളൽ നമുക്കെല്ലാം അറിയാം. പക്ഷേ ശമര്യക്കാരൻ അവനുള്ള പണം വെച്ച് he is making friends so that he will receive a rich welcome in eternal dwellings. ഈ സമാപനത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, 12ാമത്തെ അധ്യായത്തിലെ മൂഢനായ ധനികനെ പോലാകരുത്, സ്വന്തമായി കൂട്ടിവെക്കുന്ന മനുഷ്യനെ പോലാകരുത്. 16ാം അധ്യായം 19 മുതൽ കാണുന്ന ധനവാന്റെ ലാസറിന്റെ കഥയിലെ ധനവാനെ പോലാകരുത്. 10ാം അധ്യായത്തിൽ കാണുന്ന ശമര്യക്കാരനെ പോലെ ദൈവം തന്ന റിസോഴ്സ് ഉപയോഗിച്ച് make friends with others, spend the money and serve God. ഒരു നിമിഷം നമ്മൾക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം.